Welcome to BSc Complementary Physics class, Semester 1. This is Complementary Physics of BSc Main Chemistry students. Semester 1, class number 50, Jaegar's method. And this is a topic from surface tension. An experiment. An essay type question, very important. Jaegar's method to determine surface tension of a liquid. Jaegar's method to determine surface tension of a liquid. Jaegar's method, class number 50, semester 1, BSc Complementary Physics for Chemistry Main students. Heading, determination of ST, surface tension of liquid, Jaegar's method. അപ്പോൾ അതൊരു പടമുണ്ട്. ആ പടത്തിൻ്റെ പാർട്ടുകളാണ് എഴുതിയിരിക്കുന്നത്. പടം നമ്മൾ ഇനി കാണുന്നതാണ്. പടത്തിൻ്റെ പാർട്ടുകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വുൾസ് ബോട്ടിൽ എന്നാണ്. WOULF അപ്പോസ്ട്രോഫി വുൾസ് ബോട്ടിൽ. WOULF അപ്പോസ്ട്രോഫി വുൾസ് ബോട്ടിൽ. എ ഫണൽ, എ സ്റ്റോപ്പർ, ടി ടാപ്പ്, PC കാപ്പിലറി ട്യൂബ്. ഇതാണ് അപ്പാരറ്റസ്. നോക്കുക, ആ കാണുന്നതാണ് ഇരട്ടക്കഴുത്തുള്ള ഒരു കുപ്പിയാണ് വുൾസ് ബോട്ടിൽ എന്ന് പറയും. അതിന് താഴെ കുറച്ച് വാട്ടറുണ്ട്. കുപ്പിക്ക് 2 മൗത്തുണ്ട്. ഒന്നാമത്തിനകത്ത് കൂടി ഒരു ഫണൽ കടത്തി വെച്ചിരിക്കുകയാണ്. ആ ഫണലിൽ സ്റ്റോപ്പറുണ്ട്. അതിനകത്തൊരു വാട്ടർ താഴത്തേക്ക് നമുക്ക് ഡ്രിപ്പ് ചെയ്യാവുന്നതാണ്. ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് ഒഴിക്കാവുന്നതാണ്. അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ട്യൂബിലേക്കാണ്. ആ ട്യൂബിൻ്റെ വളരെ നീളമുള്ള ട്യൂബാണ്. അതിൽ ABC ട്യൂബ്. ആ BC എന്നുള്ള പോർഷൻ ക്യാപ്പിലറിയാണ്. BC അവസാനമുള്ള BC പോർഷൻ ക്യാപ്പിലറിയാണ്. അത് ഒരു ലിക്വിഡിനകത്ത് ഡിപ്പ് ചെയ്തിരിക്കുകയാണ്. സ്മോൾ എച്ച് ഡെപ്തിൽ ഡിപ്പ് ചെയ്തിരിക്കുകയാണ്. ആ സ്മോൾ എച്ചിന് വളരെ പ്രാധാന്യമുണ്ട്. BC കാപ്പിലറി ട്യൂബാണ്. അപ്പോൾ ആ ബീക്കറിനകത്തുള്ള ലിക്വിഡിൻ്റെ സർഫസ് ടെൻഷനാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഒരു മാനോമീറ്റർ ഉണ്ട്, ഒരു ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ, എന്ന് പറയുന്നത്. അപ്പോൾ ആ മാനോമീറ്റർ നമുക്കറിയാം പ്രഷർ അളക്കാനുള്ള ഒരു ഡിവൈസാണ്, ഓപ്പൺ ട്യൂബാണ്. അപ്പോൾ ഈ ആ ട്യൂബിൻ്റെ 2 സൈഡിലുമുള്ള ഈ ലെവൽ വ്യത്യാസം, അതായിരിക്കും അകത്തുള്ള കൂടിയ പ്രഷർ. So figure shows the Jaeger's method for determination of ST of a liquid. The apparatus consists of a Wolf's bottle, which is a double-mouthed bottle. Through one mouth, a funnel is inserted, and funnel has a stopper. To the other mouth, a tube ABC is connected, and the portion BC of the tube is capillary. It is dipped in a liquid of which the surface tension is to be determined. Let H be the small h be the depth of immersion of the capillary tube in that liquid, and there is a manometer to note the pressure, manometer M to note the pressure, and the pressure difference between the 2 levels of the manometer tube is capital H, and TZ tap. The apparatus consists of a Wolf's bottle filled with a funnel containing water through the other mouth of the tube. Other mouth of the bottle, a tube is connected. The portion BC of the tube is vertical, and it is a capillary tube. ആ ട്യൂബ് BC capillary ആണ്, ആ BC പോർഷൻ. ഇത് ഈ portion BC is kept immersed in the experiment liquid. ആ BC എന്നുള്ള പോർഷൻ ആ ബീക്കറിലെ ലിക്വിഡിനകത്ത് മുക്കി വെച്ചിരിക്കുകയാണ്.
The stopper is opened and water is allowed to fall down slowly. Air is displaced and bubbles are formed at the end of the tube BC. ആ ഫണൽ തുറന്ന് നമ്മൾ വെള്ളം താഴത്തേക്ക് ഡ്രോപ്പായിട്ട് ഇറക്കുമ്പോൾ വീഴ്ത്തുമ്പോൾ ആ ബോട്ടിനകത്തുള്ള വായു അത് ഡിസ്പ്ലേസ് ചെയ്ത് ആ ട്യൂബിൻ്റെ അറ്റം ബി സിയിലൂടെ പുറത്തേക്ക് വരും. ബി സി നമ്മൾ എക്സ്പെരിമെൻ്റൽ ലിക്വിഡിനകത്ത് മുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ബബിൾ ഉണ്ടാകുന്ന അർത്ഥം. ഈ പടം നിങ്ങൾ നോക്കുക. ഈ പടത്തിൽ നമ്മൾ ആ ഫണലിൻ്റെ സ്റ്റോപ്പ് തുറന്ന് വാട്ടർ റിപ്പോർട്ട് ഇറക്കുമ്പോൾ ഈ ട്യൂബ് ABC ട്യൂബ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ടാപ്പ് നമ്മൾ തുറന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വായു ഡിസ്പ്ലേസ് ചെയ്തു അത് അങ്ങോട്ട് വന്നിട്ട് മാനോമീറ്റർ ആ ഡിഫറൻസ് പ്രഷർ ആണെങ്കിൽ ഈ ബി സിയിലൂടെ റിപ്പോർട്ട് ഇറങ്ങി അവിടെ ബബിൾ ഫോം ചെയ്ത് മേപ്പോട്ട് പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. ബബിള്. The stopper is opened and water allowed to fall down slowly. Air is displaced and bubbles are formed at the end of the tube BC. The bubble slowly grows and finally detached from the tube. ആ ബബിൾ ഗ്രോ ചെയ്ത് അവസാനം ട്യൂബ് BC ഡിറ്റാച്ച് ചെയ്യും. Then the pressure inside the bubble is maximum. അപ്പോൾ ഡിറ്റാച്ച് ചെയ്യുമ്പോൾ ആ ബബിളിനകത്തുള്ള പ്രഷർ മാക്സിമം ആയിരിക്കും. At this time the level difference of manometer liquid is noted. Manometer liquid is noted. Level difference H, capital H of manometer liquid is noted. Then ST of the liquid can be calculated by the equation T is equal to Rg/2 into capital H rho minus H sigma. ബബിൾ ഉണ്ടായിട്ട് ആ ട്യൂബ് ബി സിയുടെ അറ്റത്ത് സിയിൽ ബബിൾ ഉണ്ടായി ഡിറ്റാച്ച് ചെയ്യുമ്പോൾ ആ മാനോമീറ്ററിനകത്തുള്ള ലിക്വിഡ് ലെവൽ വ്യത്യാസം നോട്ട് ചെയ്യുക. അത് ക്യാപിറ്റൽ H ആണ്. എത്രമാത്രം ഈ ബി സി ട്യൂബ് ലിക്വിഡിനകത്ത് വെള്ളമാണെങ്കിൽ വാട്ടർ ആണെങ്കിൽ താന്നിരിക്കുന്നു ആ ഡെപ്ത് നോട്ട് ചെയ്യുക. അത് സ്മോൾ എച്ച് എങ്കിൽ ST കാണുന്ന ഇക്വേഷനാണ് Rg/2 ഇത് H rho മൈനസ് H സിഗ്മ എന്ന് പറയും. R എന്ന് പറഞ്ഞാൽ ട്യൂബിൻ്റെ റേഡിയസ്, ആ എൻഡ് സിയിൽ G 9.8 നിങ്ങൾക്കറിയാം. H സ്മോൾ എച്ച് ഞാൻ പറഞ്ഞു. റോ എന്ന് പറഞ്ഞാൽ മാനോമീറ്റർ ലിക്വിഡ് ഡെൻസിറ്റി, സിഗ്മ എക്സ്പെരിമെൻ്റൽ ലിക്വിഡ് ഡെൻസിറ്റിയാണ്. എക്സ്പെരിമെൻ്റൽ ലിക്വിഡ് ഡെൻസിറ്റി വേറെ R റേഡിയസ് ഓഫ് ദി ട്യൂബ് അറ്റ് സി എന്നുള്ള എൻഡിൽ, H ഡെപ്ത് ഓഫ് ഇമേഴ്സൺ ഓഫ് ട്യൂബ് ഇൻ ദ ലിക്വിഡ്, റോ ഡെൻസിറ്റി ഓഫ് മാനോമീറ്റർ ലിക്വിഡ്, സിഗ്മ ഡെൻസിറ്റി ഓഫ് എക്സ്പെരിമെൻ്റൽ ലിക്വിഡ്. അപ്പം അതിൻ്റെ തിയറിയാണ്. തിയറി ഡെറിവേഷൻ ഓഫ് ദി ഫോർമുല യൂസ്ഡ്. When the bubble detaches from the tube, pressure inside the bubble is pressure outside. അപ്പോൾ ബബിൾ ഡിറ്റാച്ച് ചെയ്യുമ്പോൾ ആ ബബിളിനകത്തുള്ള പ്രഷർ പുറത്തെ പ്രഷർ തുല്യമായിരിക്കും. പ്രഷർ ഇൻസൈഡ് ദ ബബിൾ 2T/R plus H rho G plus P. 2T/R plus H rho G plus P ആണ്. അതായത് H rho G എന്ന് പറഞ്ഞാൽ ആ എക്സ്പെരിമെൻ്റൽ ലിക്വിഡിൻ്റെ ഹൈറ്റുള്ള H, അത് മൂലമുള്ള പ്രഷറാണ്. പിന്നെ 2T/R ആ ബബിളിനകത്തുള്ള എക്സോ പ്രഷറാണ്, P അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അത് മൂന്നും കൂട്ടുന്നതാണ് പ്രഷർ ഇൻസൈഡ്. പ്രഷർ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷമർദ്ദം എടുക്കണം. പിയുടെ കൂടെ ആ മാനോമീറ്ററിൻ്റെ കാണിക്കുന്ന പ്രഷർ, അത് ക്യാപിറ്റൽ H rho G ആണ്. ഇത് രണ്ട് തുല്യമായിരിക്കും. രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2T/R പ്ലസ് H സിഗ്മ G പ്ലസ് P is equal to H rho G പ്ലസ് P എന്ന് പറയും. അതായത് ബബിളിനകത്തുള്ള പ്രഷർ 2T/R, T എന്നുള്ള ഇവിടെ ST ആണ് കേട്ടോ, S അല്ല. T STയുടെ മറ്റൊരു സിമ്പിളാണ്. H സിഗ്മ G, സിഗ്മ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെരിമെൻ്റൽ ലിക്വിഡ് ഡെൻസിറ്റിയാണ്. H ആ 2BC ഡിപ്പ് ചെയ്തിരിക്കുന്ന ദൂരം ഡെപ്താണ്. P അന്തരീക്ഷമർദ്ദം. പ്രഷർ ഔട്ട്സൈഡ് അത് H rho G പ്ലസ് P ആയിരിക്കും. അവിടെ ക്യാപിറ്റൽ H ആണ് വേണ്ടത്. രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2T/R പ്ലസ് H rho G പ്ലസ് P is equal to H sigma G plus P. 2T/R plus H sigma G plus P is equal to H rho G plus P. പിയും ബിയും അപ്പുറം ഇപ്പുറം ക്യാൻസൽ ചെയ്യും. 2T/R is H rho G മൈനസ് H sigma G. G പുറത്തേക്ക് എടുക്കുമ്പോൾ H rho മൈനസ് H sigma. അപ്പോൾ അതിൽ നിന്ന് T കാണുമ്പോൾ ഈ ക്രോസ് മൾട്ടിപ്ലൈ Rg/2 ക്യാപിറ്റൽ Rg/2 ഇൻറ്റു H rho മൈനസ് H sigma. അതാണ്. ഇനി ഈ മെത്തേഡിന് അഡ്വാൻറ്റേജസ് അത് ചോദിക്കുന്നതാണ്. ഈ എക്സ്പെരിമെൻ്റ് കൂടെ അഡ്വാൻറ്റേജ് ചോദിക്കും.
The radius of the tube is required at the end C of the tube. Hence, uniformity of the bore is not essential. അതായത് നമ്മൾ ഈ സാധാരണ എസ് ടി കാണിക്കാനായിട്ട് +2 ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്, +1 ക്ലാസ്സിൽ പഠിക്കുന്നത് ക്യാപ്പിലറൈസ് മെത്തേഡാണ്. ഒരു ക്യാപ്പിലറി ട്യൂബ് വെള്ളത്തിൽ താഴ്ത്തുമ്പോൾ വെള്ളം മേപ്പോട്ട് ഉയരും ആ ട്യൂബിനകത്ത്. അപ്പോൾ ആ ട്യൂബിൻ്റെ ബോറ് യൂണിഫോം അല്ലെങ്കിൽ പിശകുണ്ടാകും. ഇവിടെ ആ പ്രശ്നമില്ല. ഈ ട്യൂബിൻ്റെ ബോറ് കംപ്ലീറ്റ് ആയിട്ട് യൂണിഫോം അല്ലെങ്കിലും നമ്മൾ അറ്റത്ത് മാത്രം ഉള്ള റേഡിയസ് അറിഞ്ഞാൽ മതി. അറ്റത്താണ് ബബിൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ട്യൂബിന് റേഡിയസിൻ്റെ കാര്യത്തിൽ നോൺ യൂണിഫോമിറ്റി ഉണ്ടെങ്കിൽ അതിവിടെ ബാധകമല്ല. കാരണം ലിക്വിഡ് ക്യാപ്പിൽ റൈസ് പോലെ മേൽപോട്ട് കയറുന്നില്ല. നമ്പർ 2, ദ ലിക്വിഡ് സർഫസ് ഈസ് കണ്ടിന്യൂസ്ലി റിന്യൂഡ് ബൈ എയർ ബബിൾ. ലിക്വിഡ് സർഫസ് എപ്പോഴും എയർ ബബിൾ മൂലം റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ദെയർഫോർ എറർ ഡ്യൂ ടു കണ്ടാമിനേഷൻ ഓഫ് ദി സർഫസ് ഈസ് അവോയ്ഡഡ്. ഈ എയർ ബബിൾ ഉണ്ടായി പോകുന്നതുകൊണ്ട് അവിടെ അഴുക്ക് അല്ലെങ്കിൽ കണ്ടാമിനേഷൻ സ്റ്റെയിനിൽ നിന്ന് പിടിക്കാനുള്ള സാധ്യതയില്ല. ഇനി അതിൻ്റെ ലിമിറ്റേഷൻ, ഒരു പോരായ്മയുണ്ട്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ബബിൾസ് ഡിറ്റാച്ചസ് എവേ when the radius of the bubble is equal to that of the tube. Actually it is not so. അപ്പോൾ ഇവിടെ ഒരു പോരായ്മ, ഒരു പ്രോബ്ലം ഉള്ളത്, ഡിഫിക്കൽറ്റി ഉള്ളത്, ഈ ബബിൾ ഡിറ്റാച്ച് ചെയ്യുമ്പോൾ ആ എൻഡ് സിയിൽ നിന്ന് BCയുടെ ആ എൻഡ് സിയിൽ നിന്ന് ബബിൾ ഡിറ്റാച്ച് ചെയ്യുമ്പോൾ ആ ബബിളിൻ്റെ റേഡിയസ് ട്യൂബിൻ്റെ റേഡിയസ് തുല്യമാണെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയാണ് ട്യൂബിൻ്റെ റേഡിയസ് ക്യാപ്പില്ലാതെ നമ്മൾ അളക്കുന്നത്. പക്ഷേ ഈ രണ്ട് റേഡിയസും, ബബിളിൻ്റെ റേഡിയസും ട്യൂബിൻ്റെ റേഡിയസും ബബിൾ ഡിറ്റാച്ച് ചെയ്യുമ്പോൾ തുല്യമല്ല. ബബിൾ ഡിറ്റാച്ച് ചെയ്യുമ്പോൾ ആ ബബിളിൻ്റെ റേഡിയസും ട്യൂബിൻ്റെ റേഡിയസും തുല്യമാണ് എന്നുള്ള ഒരു ഐഡിയയിൽ ചെറിയ പിശകുണ്ട്. എസ് എ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദി ജാഗേഴ്സ് മെത്തേഡ് ഫോർ determining ST of a liquid, give the advantages and limitations. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതൊരു സിംഗിൾ പ്രോബ്ലം, ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. ഇൻ എ ജാഗേഴ്സ് എക്സ്പെരിമെൻറ്റ്, എ capillary tube of diameter 5 × 10⁻⁻⁴ meter dips 3 × 10⁻⁻⁻2 meter 3 × 10⁻⁻2 meter inside water contained in a beaker. The difference in level of water manometer when the bubbles just burst, detach here, burst is 0.09 meter. Calculate ST of water, G9.8, density of water 1000. ഇവിടെ മാനോമീറ്ററിൻ്റെ ലിക്വിഡും അതുപോലെ എക്സ്പെരിമെൻ്റിൻ്റെ ലിക്വിഡ് രണ്ടും വാട്ടർ ആയതുകൊണ്ട് റോയും സിഗ്മയും തുല്യമാണ്. 1000 ആയിട്ട് എടുക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ R is diameter by 2, 5 × 10⁻⁻⁴ by 2, 2.5 × 10⁻⁻⁴. Capital H is 0.09 meter. Small h is 3 × 10⁻⁻2 meter, 0.03 meter. Rho equal to sigma equal to 1000. The formula is rho is Rg by 2 h rho minus h sigma. So T is equal to ST R 2.5 × 10⁻⁴, G9.8 by 2 into H 0.09 × 1000 minus small h 0.03 × 1000. Inside the bracket we get 90 minus 30. That you simplify, on multiplication we get 2.5 × 10⁻⁴ into 4.9 to 60. The answer is 73.5 × 10⁻³ Newton meter raised to -1. You remember, ST water is 72 × 10⁻³ or it is 0.72 Newton meter raised to -1. അത് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. യു റിമെമ്പർ, വാട്ടറിൻ്റെ ST നിങ്ങൾ ഓർത്തിരിക്കണം, അത് 72 × 10⁻³ ആണ്, ന്യൂട്ടൺ മീറ്റർ raised to -1. വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 72 ന്യൂട്ടൺ 72 × 10⁻³ ന്യൂട്ടൺ മീറ്റർ raised to -1 ആണെന്ന് ഓർക്കണം. ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ 73.5 × 10⁻³ ആണ്. അത് എക്സാക്റ്റ് വാല്യൂ ആയിട്ട് വളരെ ചേർന്ന് വരുന്ന ഉത്തരമാണ് കിട്ടിയിരിക്കുന്നത്. That is all. We continue our class. Thank you very much.